ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ചെയ്ത് നേരത്തെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത്രയും അങ്ങോട്ട് കണ്ടൻറ്റ് എനിക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇതൊരു ട്രൈയിങ് ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് വേൾഡ് ഓഫ് തോട്ട്സ് എന്നാണ്. ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ വേൾഡിൽ നമ്മുടെ തോട്ട്സ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ തോട്ട്സ് നിങ്ങൾ പറയും. പിന്നെ ഞാൻ ഈ 2026 ഇലക്ഷന് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഞാനൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനൊരു ഇത്. പിന്നെ ഇതിനകത്ത് പല കാരണങ്ങളുണ്ട്. വർഗീയ ശക്തികൾ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. ജമാഅത്ത് ഇസ്ലാമി, CBI പോലുള്ള സംഘടനകൾ, RSS, BJP പോലുള്ള സംഘടനകൾ ഉൾപ്പെടെയാണ് ഈ ഒരു രീതിയിൽ 2026 ഇലക്ഷനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പല കാരണങ്ങളുണ്ടാത്ത ഒരു 2-3 കാരണങ്ങൾ. പിന്നെ ജനങ്ങൾക്ക് ഇനി 10 വർഷമായപ്പം ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ച് കാണും, അതൊരു സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് റിഗ്രറ്റ് വരും. 6 months ഒരു 1 year കാണുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഗവൺമെൻറ്, VSൻ്റെ ഗവൺമെൻറ്, ഇതെല്ലാം താരതമ്യപ്പെടുത്തി വരുമ്പോൾ ഈ അടുത്തൊരു 5 വർഷം കേരള ജനങ്ങൾക്ക് മനസ്സിലാവും പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഗവൺമെൻറ് എന്തായിരുന്നെന്നും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും കേരള ജനത അത് മനസ്സിലാക്കും. ഉറപ്പാണത്. എനിക്ക് സംശയത്തില്ല. പ്രതിപക്ഷ നേതാവായിട്ട് പേടിക്കേണ്ട, പിണറായി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വരണം. തോറ്റ പിണറായിയെ വേണ്ട പാർട്ടി, ജയിച്ച പിണറായിയെ മതി. അത് VS ആയാലും കൊള്ളാം. ചരിത്രം അതാണ്. 10 വർഷം നയിച്ച് പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് വരണം. നമ്മൾ സതീശൻ പറയുന്ന നുണകളല്ല, ജനം വിശ്വസിച്ചില്ല എന്നുള്ളതൊക്കെ വേറെ കഥ. പിന്നെ അതുപോലെ തന്നെ സതീശൻ എന്തിന് തലേദിവസം 2 ദിവസം മുമ്പ് ഇവിടെ ഒരു പോക്കോ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയെന്നൊക്കെ പറയുന്നത് കേട്ട്. അതൊക്കെ എന്തിനാണോ എന്തോ. പിന്നെ ബാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ എല്ലാ സത്യം എല്ലാം പുറത്ത് വരിക തന്നെ ചെയ്യും. അത് വെച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും പുറത്ത് വരും. ഉറപ്പാണത്, സംശയമില്ല. പിന്നെ ഇവിടുത്തെ വർഗീയ ശക്തികൾ കാണിച്ച പരിപാടികളും രാത്രി 11 മണിക്കും 10 മണിക്കും ഉള്ള എന്താ പറയുന്നത്, ഓരോരുത്തരുടെ വീടുകൾ വിസിറ്റ് ചെയ്യുന്നതും എല്ലാം വെയിറ്റ് ആൻഡ് സീ. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട്, മൂന്നാമതും പറയുന്നു, പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി തന്നെ വരും. പിണറായിയെ വരാൻ പാടുള്ളൂ. ജയിച്ച പിണറായിയെ മതി.